അപ്പോൾ യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ അല്ലേ, എല്ലാവരെയും ഉറക്കം കെടുത്തുന്ന ഒരു കാര്യമാണ്. പ്രത്യേകിച്ചും മൂത്രത്തിൽ പഴുപ്പ് സ്ത്രീകൾക്കാണ് കൂടുതൽ. സ്ത്രീകളുടെ മൂത്രനാളി പുരുഷന്മാരെ കമ്പയർ ചെയ്യുമ്പം ചെറുതായതുകൊണ്ടും മലദ്വാരത്തിന് തൊട്ടടുത്തായതുകൊണ്ടും ഇൻഫെക്ഷൻ വരാനുള്ള സാധ്യത ഒരുപാട് കൂടുതലാണ്. അപ്പോൾ ഇവിടെ നമുക്ക് എന്തൊക്കെയാണ് ചെയ്യാൻ പറ്റുക? വ്യക്തിശുചിത്വം വളരെ അത്യാവശ്യമാണ്. പ്രത്യേകിച്ചും നമ്മൾക്ക് പീരിയഡ് സമയത്ത്, അതുപോലെ തന്നെ നമ്മൾ സെക്ഷൽ കോണ്ടാക്റ്റിൽ ഏർപ്പെടുമ്പം. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് നമ്മുടെ അവയവങ്ങൾ ശുചിയാക്കി വെക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. പിന്നെ അത് മാത്രമല്ല, വെള്ളം കുടിക്കാതിരിക്കുക പല ലേഡീസും ചെയ്യുന്ന ഒരു കാര്യമാണ്. ഇപ്പോൾ തണുപ്പ് കാലമാണ്, ചൂടുകാലമാണ്, അല്ലെങ്കിൽ ജോലി ഭയങ്കര കൂടുതലാണ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പറയാറുണ്ട്. അപ്പോൾ ഇത് നമ്മുടെ ആരോഗ്യത്തെ എങ്ങനെ ബാധിക്കുന്നു? അപ്പം ഭയങ്കരമായിട്ട് യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷനൊക്കെ ഉള്ളവരാണെങ്കിൽ നമുക്ക് ഈവനിങ് ടൈമിൽ പനി വരാറുണ്ട്. ഇപ്പോൾ കൊച്ചു കുട്ടികളുണ്ടാവാറുണ്ടല്ലേ, ചില സമയത്ത് ഇവർക്ക് എന്തുകൊണ്ടാണ് പനി വരുന്നതെന്ന് പല മാതാപിതാക്കൾക്കും മനസ്സിലാവില്ല. ഇടയ്ക്കിടയ്ക്ക് പനി വരുന്നു, മരുന്ന് കൊടുക്കുന്നു, മാറുന്നു, പിന്നെയും പനി വന്നുകൊണ്ടേയിരിക്കുന്നു. യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ ഉണ്ടെങ്കിൽ അവർക്ക് പനി വരാൻ വേണ്ടി സാധ്യതയുണ്ട്. മൂത്രം പോകുമ്പോൾ ഭയങ്കര ദുർഗന്ധമായിരിക്കും. പിന്നെ അതുപോലെ തന്നെ അവരുടെ ഉറക്കം ശരിയാവണമെന്നില്ല, പറഞ്ഞൂടെ ടെമ്പറേച്ചർ കയറിയും കുറഞ്ഞും ഒക്കെ ഇരിക്കുന്നു. അപ്പോൾ ഇനി മുതിർന്നവരിലാണ് ഈ ലക്ഷണങ്ങളെങ്കിൽ അവർക്ക് മൂത്രത്തിൽ കല്ല് വരാൻ വേണ്ടിയിട്ട് സാധ്യതയുണ്ട്. നടുവേദന, വിട്ടുമാറാത്ത നടുവേദന ഇതിൻ്റെ ഒരു പ്രശ്നമാണ്. പിന്നെ അത് മാത്രമല്ല, നമ്മൾ മൂത്രം ഒഴിക്കുമ്പോൾ ഭയങ്കര ചൂട്, ഭയങ്കര പുകച്ചിൽ, ഇനി മൂത്രം തടഞ്ഞു നിൽക്കുക, നമ്മൾ വിചാരിക്കുന്ന രീതിയിൽ ചിലപ്പോൾ മൂത്രം പോകണമെന്നില്ല, അസഹ്യമായ അടിവയറ് വേദന, ഇതൊക്കെ പല ലേഡികളും അനുഭവിക്കുന്ന പ്രശ്നങ്ങളാണ്. അപ്പം നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി പറ്റും എന്നുള്ളതിനെ പറ്റിയാണ് ഇന്ന് ഞാൻ ഈ വീഡിയോയിൽ പറയാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം കറക്റ്റായിട്ട് നിങ്ങൾ ഫോളോ ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ്. അപ്പോൾ നമ്മുടെ ശരീരത്തിനകത്ത് എന്ത് ഇൻഫെക്ഷൻ ഉണ്ടെങ്കിലും നമ്മളൊരു ഡോക്ടറെ കാണാൻ വേണ്ടി പോകുമ്പോഴത്തേക്കും അവർ നമുക്ക് എന്ത് ചെയ്യുന്നു, നമ്മുടെ യൂറിൻ എഴുതി തരുമ്പോഴത്തേക്കും അതിൽ പസ്സൽസ് കൂടുതലാണ്. പസ്സൽസ് കൂടുതലാണെങ്കിൽ എന്താണ്, എച്ച്ഡീലിയ കോളി ബാക്ടീരിയ നമ്മുടെ യൂറിനറി ട്രാക്റ്റിൽ കുറയുണ്ട് എന്നുള്ളത് തന്നെയാണ് അത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. അപ്പം എന്ത് ഇൻഫെക്ഷൻ ഉണ്ടെങ്കിലും ധാരാളമായിട്ട് വെള്ളം കുടിക്കുക. വെള്ളം കുടിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. വെള്ളം കുടിക്കാതിരിക്കുന്നതുകൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് ഒരു മെച്ചവും നമുക്ക് ഉണ്ടാകാൻ വേണ്ടി പോകുന്നില്ല. അപ്പോൾ ഞാൻ ഇതിനകത്ത് കുറച്ച് ഹോം റെമഡീസ് പറയാം. അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റിയൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഞെരിഞ്ഞിൽ തിളപ്പിച്ച വെള്ളം കുടിക്കാം. ഇനി ഞെരിഞ്ഞിൽ മാത്രമല്ല, നമ്മൾ ഞെരിഞ്ഞിലിൻ്റെ കൂടെ കുറച്ച് തഴുതാമയും കൂടെ നമ്മൾ തിളപ്പിച്ച വെള്ളം കുടിക്കേണ്ടത് വളരെ നല്ലതാണ്. ഇനി ഞെരിഞ്ഞിലും തഴുതാമയും കറുകയും ഇതെല്ലാം ഒരു പിടി, ഒരു 3-4 ഗ്ലാസ് വെള്ളത്തിൽ നമ്മൾ തിളപ്പിച്ച ശേഷം നമ്മൾ കുടിക്കുക. അപ്പോൾ ഇങ്ങനെ കുടിക്കുന്നത് നമുക്ക് ഒരു പരിധി വരെ നമ്മുടെ യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ പോകാൻ വേണ്ടിയിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നു. ഇനി രണ്ടാമത്തെ എന്താണെന്ന് പറയുകയാണെങ്കിൽ, പാലിൽ, നല്ല ഇളം ചൂടുള്ള പാലിൽ ഇത്തിരി കരിപ്പട്ടി ചേർക്കാം. കരിപ്പട്ടി ചേർത്തിട്ട് അത് നമ്മൾ കുടിക്കുന്നത് നല്ലതാണ്. ഇതിനകത്ത് ഞാൻ ഒരുപാട് ഹോം റെമഡി പറയുന്നുണ്ട്, എല്ലാം കൂടെ ഒന്നിച്ച് നമ്മൾ ചെയ്യേണ്ടതല്ല. ഏതെങ്കിലും 1-2 നമ്മൾ ഒരാഴ്ച ഒന്ന് ഫോളോ ചെയ്യുക. ഓക്കെ. അപ്പോൾ ഇനി മൂന്നാമത്തെ എന്താണെന്ന് വെച്ചാൽ, നമ്മൾ 2-3 ഏലക്ക. അപ്പോൾ ഏലക്ക നമ്മൾ ചതച്ചിട്ട് അത് തിളപ്പിച്ചിട്ട് നമ്മൾ വെള്ളം കുടിക്കുന്നതും നല്ലതായിരിക്കും. പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റിയ വേറൊന്ന് എന്താണെന്ന് വെച്ചാൽ, ഈ 2-3 ഏലക്ക ചതച്ചിട്ട് പിന്നെ നമ്മൾ ചെയ്യേണ്ടത്, കരിക്കില്ലേ, നമ്മൾ കരിക്കിനകത്ത് ഇട്ട് വയ്ക്കുക, രാത്രി ഇട്ട് വയ്ക്കുക, എന്നിട്ട് രാവിലെ നമ്മളിത് കുടിക്കുന്നതും നമ്മുടെ ശരീരത്തിനകത്ത് ഇൻഫെക്ഷൻ കുറയാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നു. മാത്രമല്ല ഈ ബേണിംഗ് സെൻസേഷൻ, ഭയങ്കര മൂത്രച്ചൂട്, ഇതൊക്കെ കുറയാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട്. ഇനി നമുക്ക് എള്ളെണ്ണ കൊണ്ടൊരു പ്രയോഗം നോക്കിയാലോ. എള്ളെണ്ണ നമ്മുടെ അടിവയറ്റിൽ നമ്മൾ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുക. അങ്ങനെ തേച്ച് പിടിപ്പിച്ചതിന് ശേഷം ചെറിയ ചൂട് കൊടുക്കാൻ പറ്റുമെങ്കിൽ നല്ലത്. ഈ ചെറിയ ചൂട് കൊടുക്കാൻ പറ്റിയില്ലെങ്കിലോ, പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റിയ കാര്യം എന്താണ്, സിറ്റ്സ് ബാത്ത് ടബിൽ ഇത്തിരി ത്രിബിള ചൂർണ്ണം തിളപ്പിച്ച വെള്ളം ഉണ്ടെങ്കിൽ തിളപ്പിച്ച് ചെറിയ ചൂടുള്ള വെള്ളത്തിൽ ഇരിക്കാൻ പറ്റുമെങ്കിൽ അത് ഭയങ്കര നല്ലതായിരിക്കും. ഇനി ഇതൊന്നും ചെയ്യാൻ പറ്റിയ ഒരവസ്ഥയിലല്ല എങ്കിൽ, അല്ലേ, പലരും പല നാട്ടിലായിരിക്കും. അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റിയ എന്താണ്, എള്ളെണ്ണ നമ്മൾ അടിവയറ്റിൽ നന്നായിട്ടൊന്ന് തേച്ച് പിടിപ്പിച്ചു, ചെറുതായിട്ടൊരു ചൂട് കൊടുക്കാൻ പറ്റുമെങ്കിൽ നല്ലത്, ചൂട് കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ ചെറിയ ചൂട് വെള്ളത്തിലൊന്ന് കുളിക്കുക. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്നുള്ള പ്രയോജനം എന്തൊക്കെയാണ്? ഇങ്ങനെ ചെയ്യുന്നുള്ള പ്രയോജനം എന്താണെന്ന് വെച്ചാൽ, ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ഒരു മൂത്രം പോകുമ്പോൾ ഉള്ളൊരു പുകച്ചിലുണ്ട്, ആ ഒരു പുകച്ചിലും വേദനയൊക്കെ ഒന്ന് മാറുന്നു. പിന്നെയെന്ന് വെച്ചാൽ നമുക്ക് ആ ഒരു ഭാഗത്ത് ആ ഒരു ചൂടൊക്കെ നന്നായിട്ട് കുറഞ്ഞിട്ട് യൂറിൻ തടയാതെ യൂറിൻ നല്ല ഫ്രീ ആയിട്ട് പോകും, അല്ലേ. ഇപ്പോൾ യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ ഒരുപാട് കൂടുതലാണ്. എന്താ, നമ്മൾ ബാത്റൂമിൽ പോയിരുന്നാലും നമുക്ക് ഒരുപക്ഷെ യൂറിൻ നമുക്ക് പോകണം എന്നില്ല. അപ്പോൾ അങ്ങനെ വരാനൊക്കെ സാധ്യതയുണ്ട്. അപ്പോൾ ഇതൊക്കെ ഒന്ന് മാറിക്കിട്ടുന്നു. ഇനി നമുക്ക് നാടൻ നെല്ലിക്ക ഒക്കെ കിട്ടുന്ന ഒരു സമയമാണെങ്കിൽ നമുക്ക് എന്താണ് ചെയ്യാൻ പറ്റുക, ആ നെല്ലിക്കയുടെ കൂടെ ഒരു 5-6 നെല്ലിക്കയുടെ കൂടെ നമ്മൾ ഇത്തിരി കൽക്കണ്ടം കൂടെ ചേർത്തിട്ട് നമ്മൾ രാവിലെ ഒന്ന് ജ്യൂസ് അടിച്ച് കഴിക്കുക. അപ്പോൾ ഇതൊക്കെ നമുക്കെന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ പ്രതിരോധ ശക്തി കൂട്ടാൻ വേണ്ടിയിട്ടും പ്രത്യേകിച്ച് നല്ലതാണ്.
ഇനി അടുത്ത നമുക്ക് ചെയ്യാൻ പറ്റിയ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇത്തിരി നെല്ലിക്ക, ഇത്തിരി ഏലക്ക, ഇത്തിരി നെല്ലിക്കാപ്പൊടി, ഇത്തിരി ഏലക്ക, അതിൻ്റെ കൂടെ ഒരു 10-15 ഉണക്കമുന്തിരി. ഇത് തലേദിവസം നമ്മൾ ഒരു ഗ്ലാസ് വെള്ളത്തിൽ കുതിർത്തിടുക. ഇത് കുതിർത്തിട്ട ശേഷം നമ്മൾ എന്ത് ചെയ്യണം, അടുത്ത ദിവസം രാവിലെ നമ്മൾ ഇത് മൂന്നോട് നമ്മൾ ഒന്ന് ജ്യൂസ് അടിച്ചിട്ട് നമ്മൾ കുടിക്കുകയാണെങ്കിൽ ഇതും നമ്മുടെ ഈ ഒരു പ്രശ്നങ്ങളൊക്കെ ഒരു പരിധി വരെ ഒന്ന് പോകാൻ വേണ്ടിയിട്ട് നമ്മളെ സഹായിക്കുന്നുണ്ട്. പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റിയൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ തുളസിയില വീട്ടിലുള്ളവരാണെങ്കിൽ ഒരു 10-15 വരെ 15 തുളസിയില നമ്മൾ എന്ത് ചെയ്യണം, ഒരു 3-4 ഗ്ലാസ് വെള്ളത്തിൽ നമ്മൾ തിളപ്പിക്കുക. എന്നിട്ട് അത് നമ്മൾ കുടിക്കുന്നത് നമുക്ക് ഒരുപാട് നല്ലതാണ്. ഈ സമയത്ത് ഒരുപാട് പുളി, എരിവ്, ഉപ്പ് ഇതൊക്കെ ഒന്ന് ഒഴിവാക്കുന്നത് നല്ലതാണ്. അതുപോലെ നമുക്ക് ശരീരം ഒന്ന് തണുപ്പിക്കുന്ന രീതിയിലുള്ള പച്ചക്കറികളും ഫ്രൂട്ട്സും. ശരീരം തണുപ്പിക്കുന്ന രീതിയിലുള്ള പച്ചക്കറി, ഫ്രൂട്ട്സ് എന്നൊക്കെ പറയുമ്പോൾ ഒരു കാരണവശാൽ നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിട്ട് കഴിക്കുകയല്ല വേണ്ടത്. അങ്ങനെ ഫ്രിഡ്ജിൽ വെച്ചിട്ട് കഴിക്കുമ്പോൾ അത് നമ്മുടെ ബോഡി ഹീറ്റിനെ കൂട്ടുകയാണ് ചെയ്യുക. അതുപോലെ തൈര്, ഒരുപാട് പുളി അതൊക്കെ ഒന്ന് കുറയ്ക്കുന്നത് നല്ലതാണ്. ഇനി നമുക്ക് അടുത്ത ചെയ്യാൻ പറ്റിയൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ബ്ലാക്ക് കസ്കസ്. അപ്പോൾ അത് നമ്മൾ വെള്ളത്തിനകത്ത് നമ്മൾ ചേർത്തിട്ട് അതൊന്ന് ഇടയ്ക്കിടയ്ക്ക് നമുക്ക് കഴിക്കുന്നത് നല്ലതാണ്. പിന്നെ നമുക്ക് മുരിങ്ങയിലയില്ലേ, മുരിങ്ങയില ഇത്തിരി കരിപ്പട്ടിയും കൂടെ ഒക്കെ ചേർത്ത്. കാരണം മുരിങ്ങയില എന്നൊക്കെ പറയുകയാണെങ്കിൽ നമ്മുടെ ശരീരത്തിനകത്ത് നീര്, വേദന ഒക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് നല്ലതാണ്. അപ്പോൾ മുരിങ്ങയിലയും ഇത്തിരി കരിപ്പട്ടിയും കൂടെ ചേർത്തിട്ട് നമ്മൾ കഴിക്കുന്നത് നമ്മുടെ ശരീരത്തിനകത്ത് ഇൻഫെക്ഷൻസ് ഒക്കെ ഒന്ന് മാറി നീരൊക്കെ ഒന്ന് മാറാൻ വേണ്ടിയിട്ട് ഒക്കെ നല്ല രീതിയിൽ തന്നെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇനി നമ്മുടെയൊക്കെ വീട്ടിൽ അവൈലബിൾ ആയിട്ടുള്ളൊരു സാധനമാണ് എന്ത്, ബാർലി. അപ്പോൾ ബാർലി നമുക്ക് ഒന്നും കിട്ടിയില്ല, ഈ പറഞ്ഞ സാധനങ്ങളൊന്നും ഇല്ലെങ്കിൽ ബാർലിയെങ്കിലും ഇല്ലാതിരിക്കില്ല അല്ലേ. അപ്പോൾ ഒരു പിടി ബാർലി ഒരു 3-4 ഗ്ലാസ് വെള്ളത്തിൽ നമ്മൾ തിളപ്പിക്കുക. രാവിലെ തൊട്ട് വൈകിട്ട് വരെ ഒന്ന് കുടിച്ചു നോക്കി, കുറേ ആശ്വാസം കിട്ടും. അപ്പോൾ ഇതിലൊക്കെ ആശ്വാസം കിട്ടിയില്ലെങ്കിൽ ഒരു കാര്യം മനസ്സിലാക്കുക, പസൽ ചിലപ്പോൾ കയറി നിൽക്കുന്ന അവസ്ഥയാണെങ്കിൽ ഇതിലൊന്നും നിൽക്കണമെന്നില്ല. അപ്പം നിങ്ങളൊരു ഡോക്ടറുടെ ഒരു ഉപദേശം നിങ്ങൾ തേടുക, അതനുസരിച്ചിട്ട് അവർ പറയുന്ന മരുന്നുകൾ കഴിക്കുക. അപ്പോൾ ഇങ്ങനെയുള്ള മരുന്നുകൾ കഴിക്കുമ്പോഴത്തേക്കും അത് നമുക്ക് ഒരുപാട് ആശ്വാസം കിട്ടും. ഇനി നമുക്ക് വേറെ ഒന്ന്, വീട്ടിൽ ചെമ്പരത്തി ഉള്ളവരാണെങ്കിൽ അവർക്ക് ചെയ്യാൻ പറ്റിയ ഒരു കുട്ടി ഹോം റെമഡി കൂടെ പറഞ്ഞുതരാം. അപ്പോൾ 3-4 ചെമ്പരത്തി പൂവ് അതെന്ത് ചെയ്യണം എന്ന് വെച്ചാൽ നമ്മൾ ഒരു 3-4 ഗ്ലാസ് വെള്ളത്തിലിട്ട് തിളപ്പിക്കുക. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം, അതിനകത്തൊരു 1/2 മുറി നാരങ്ങ നീരും ഇത്തിരി കൽക്കണ്ടവും കൂടെ ചേർത്ത് കഴിച്ച് ഒരു സ്ക്വാഷിൻ്റെ രൂപമായിരിക്കും. ടേസ്റ്റും ഉണ്ട്, നമുക്ക് കുടിക്കാനും പറ്റും, നമ്മുടെ ഇൻഫെക്ഷനും കുറയും. അപ്പം ഇത്രയും കാര്യങ്ങൾ എന്തായാലും ശ്രദ്ധിക്കാം. ഇനി ആയുർവേദത്തിൽ എന്താണ് മരുന്ന് ഡോക്ടറെ എന്ന് ഒരുപാട് പേര് ചോദിക്കാറുണ്ട്. കുറച്ച് കഷായങ്ങൾ പറയാം, പക്ഷേ എടുത്ത് ചാടി അതിലേക്ക് പോരുത്. കാര്യം ഒരു ഡോക്ടർ ഒരു രോഗിക്ക് മരുന്ന് പ്രിസ്ക്രൈബ് ചെയ്യുന്നത് ഒരുപാട് കാര്യങ്ങൾ നോക്കിയിട്ടാണ്. 10 പേർക്ക് യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ ആണെങ്കിൽ 10 പേർക്കും ഒരേ മരുന്നല്ല കൊടുക്കുക, 10 പേർക്കും 10 മരുന്നാണ് കൊടുക്കുക. എന്നാലും ഞാൻ കുറച്ച് മരുന്നുകൾ പറയാം. അപ്പം നമുക്ക് ബൃഹത്യാദി കഷായം നല്ലതാണ്, ചന്ദ്രപ്രഭ ഗുളിക, പിന്നെ പുനർനവാസവം, പുനർനവാദി കഷായം, ചന്ദനാസവം, ഗോക്ഷുരാദി ഗുഗുലു, പിന്നെ ഞെരിഞ്ഞിൽ തിളപ്പിച്ചിട്ട വെള്ളം, അതെന്ന് പറയുമ്പോൾ ഞെരിഞ്ഞിൽ കുടിനീര് എന്നുള്ള കോമ്പിനേഷൻ. അപ്പോൾ ഇങ്ങനത്തെ ഒരുപാട് മരുന്നുകൾ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. പക്ഷേ ഇപ്പോഴും പറയുന്നു, ഒരു ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രം ഈ ആയുർവേദ മരുന്നുകൾ നിങ്ങൾ എടുക്കുക. അല്ലാതെ ഈ പറഞ്ഞ ഹോം റെമഡീസൊക്കെ ഡെഫിനറ്റായിട്ടും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. അപ്പം വ്യക്തി ശുചിത്വം വളരെ അത്യാവശ്യമാണ്. പീരിയഡ്സ് ടൈമിൽ നിങ്ങൾ ഒരു പാഡ് തന്നെ രാവിലെ തൊട്ട് വൈകിട്ട് വരെ ഒരു കാരണവശാലും ഉപയോഗിക്കാൻ പാടില്ല. അപ്പം നിങ്ങൾ ആ പാഡൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്യുക. അതുപോലെ തന്നെ നമുക്ക് തന്നെ യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷനോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തുടക്കത്തിൽ തന്നെ നമ്മൾ ചികിത്സിക്കുക, ഗൗരവമായിട്ട് തന്നെ നമ്മൾ എടുക്കുക. അല്ലെങ്കിൽ അത് പിന്നെ പല ഓർഗൻസിനെ ഇൻഫെക്ഷൻ കൂടാൻ വേണ്ടി സാധ്യതയുണ്ട്. കാര്യം ലേഡീസിൻ്റെ ശരീരം എന്ന് പറഞ്ഞാൽ ഹോർമോണൽ ഇംബാലൻസ് നടന്നുകൊണ്ടിരിക്കുന്ന ശരീരമാണ്. അപ്പോൾ അവിടെ എന്തും നമുക്ക് കയറി കൂടുകയും ചെയ്യും, ഇൻഫ്ലമേഷനും കൂടുന്ന ശരീരമാണ്. അതുകൊണ്ട് തന്നെ ആരോഗ്യ കാര്യങ്ങളിൽ ശ്രദ്ധിക്കുക. ഓക്കെ, താങ്ക് യു ഡിയേഴ്സ്.